നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. മത്തായിയിൽ മാത്രമല്ല, മർക്കോസിലും ലൂക്കോസിലും ഈ സംഭവം എഴുതിയിട്ടുണ്ട്. ഇത് നടക്കുന്നത് കപർന്നഹൂം എന്ന പട്ടണത്തിലാണ്. ശിമോന്റെയും അന്ത്രയോസിന്റെയും സ്ഥലം ഈ കപർന്നഹൂമായിരുന്നു. ശിമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിലായിരുന്നു ഈ സംഭവം എന്ന് മർക്കോസിന് സുവിശേഷം 1:29 പറയുന്നു. കഠിന ജ്വരം ആയിരുന്നെന്നാണ് വൈദ്യൻ കൂടെ ആയിരുന്ന ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 3:38 എഴുതിയിരിക്കുന്നത്. പത്രോസിന്റെ അമ്മാവിയമ്മ എന്ന് കാണുന്നതിനാൽ പത്രോസ് വിവാഹിതനായിരുന്നെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. യേശുവിന്റെ മറ്റ് അപ്പോസ്തലന്മാരിൽ ആരും അക്കാലത്ത് വിവാഹിതരായിരുന്നില്ലെന്നും അതിനുള്ള പ്രായം ഉള്ളവർ ആയിരുന്നില്ലെന്നും ഉള്ളതിന് വേറെയും തെളിവുകൾ ഉണ്ട്. അതായത് 20 വയസ്സിന് മേൽ പ്രായമുള്ളവർ വർഷത്തിൽ, അതായത് 2 വെള്ളിക്കാശ് ദേവാലയ കരമായിട്ട് കൊടുക്കണം എന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലുണ്ട്. കപർന്നഹൂമിലെ ആളുകൾ, നിങ്ങളുടെ ഗുരു ദേവാലയ കരം കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പത്രോസ് പറഞ്ഞു. യേശു പറഞ്ഞു, നീ പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിലൊരു ചതുദ്രഹ്മപ്പണം ഉണ്ടായിരിക്കും, അതെടുത്ത് നീ അവർക്ക് കൊടുക്കുക. യേശു ശീമോനും തനിക്കും വേണ്ടി മാത്രമാണ് കൊടുത്തത്. അക്കാലത്ത് 20 വയസ്സിന് മേൽ പ്രായമുള്ളവരായി ശീമോനും യേശുവും മാത്രമാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാനും യാക്കോബും ഒക്കെ അപ്പനായ സബദിയോടുകൂടെ മീൻ പിടിക്കുന്നവരായിരുന്നു. അപ്പോൾ അപ്പനും മീൻ പിടിക്കുന്ന ആളായിരുന്നു. അപ്പനെ സഹായിക്കുന്ന യുവാക്കളായിരുന്നു യോഹന്നാനും യാക്കോബും. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ടീനേജേഴ്സ് ആയിരുന്നു. 20 വയസ്സിൽ താഴെ പത്രോസ് ഒഴികെ പ്രായമുള്ളവരായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മറ്റ് അപ്പോസ്തലന്മാർ വിവാഹം കഴിച്ചു എന്ന് പൗലൂസ് തൻ്റെ 1-ാം ലേഖനം കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ 5 എഴുതിയിട്ടുണ്ട്. മറ്റപ്പോസ്തലന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ എനിക്കും ബർന്നബാസിനും ഭാര്യയായ ഒരു സഹോദരിയോടുകൂടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കാൻ അധികാരമില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ മറ്റപ്പോസ്തലന്മാർ എല്ലാവരും വിവാഹം കഴിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുകയാണ്. എന്നാൽ സഭാ നേതാക്കൾ വിവാഹിതരും ഭാര്യയും മക്കളെയും അനുസരണത്തിൽ പാലിക്കുന്നവരുമായിരിക്കണമെന്ന് പൗലൂസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുക എന്നുള്ളത് സഭാ പരിപാലനത്തിന് വേണ്ട ഒരു യോഗ്യത കൂടെയാണ്. കാരണം ജനങ്ങൾക്ക് മാതൃകയായിട്ട് നല്ല ഒരു കുടുംബജീവിതം ഈ സഭാ നേതാവ് നയിച്ച് കാണിക്കണം. എന്നാൽ പല മതങ്ങളിലെയും സന്യാസത്തെ അനുകരിച്ചുകൊണ്ട് താടിയും മുടിയൊക്കെ നീട്ടി പ്രത്യേക നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന, ഏകാന്തവാസം നയിക്കുന്ന, സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്ന സന്യാസികളെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തീയ സഭാ നേതാക്കൾ അവിവാഹിതരായിരിക്കണമെന്ന് ചില ക്രിസ്തീയ വിഭാഗങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. വേറെ ചില വിഭാഗങ്ങൾ കുറച്ചും കൂടെ കടുപ്പമുള്ളവരാണ്. അവര് സ്വന്തം ഭാര്യയെ മക്കളെയും വേറെ വേറെ കൂട്ടങ്ങളിലാക്കിയിട്ട്, വേറെ ഇടവകളിലൊക്കെ ആക്കിയിട്ട് അവർ മറ്റു സ്ത്രീകളോടുകൂടെയാണ് ദൈവവേല ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ഉണ്ട്.
പ്രിയപ്പെട്ട ദൈവമാണ് ആദാമിന് ഭാര്യയെ നൽകിയത്. അല്ലാതെ സാത്താൻ പഴം പറിച്ച് തിന്നാൻ പറഞ്ഞു. അതുപോലെ സാത്താനല്ല ആദാമിന് ഒരു ഭാര്യയെ നൽകിയത്. പഴയ നിയമത്തിലെ പ്രവാചകരെന്ന് വിളിക്കപ്പെടുകയും ദൈവത്താൽ പ്രയോജനപ്പെടുകയും ചെയ്ത ആളുകളൊക്കെ വിവാഹിതരായിരുന്നു. ഹാനോക്കിനും നോഹയ്ക്കും അബ്രഹാമിന് ഇസ്ഹാക്കിനും യാക്കൂബിനും ഇയ്യോബിനും മോശയ്ക്കും അഹരോനും യോശുവയ്ക്കും ശമൂവേലിനും എൽക്കാനയ്ക്കും ഗിദെയോനും ഒക്കെ ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. അത് ദൈവവേലയ്ക്ക് തടസ്സമല്ലായിരുന്നു. പക്ഷേ ഇക്കൂട്ടര് ഇവര് ബൈബിള് വായിക്കുന്നില്ലേ? വിവാഹം ഒരു പാപമല്ല. മക്കളുണ്ടാകുന്നത്, അവരെ വളർത്തി വലുതാക്കുന്നത് അത് നല്ലതാണ്. അങ്ങനെ ചെയ്യണമെന്നാണ് പഴയ നിയമവും പുതിയ നിയമവും പഠിപ്പിക്കുന്നത്. ബൈബിളിൽ ചുരുക്കം ചില അവിവാഹിതരുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു പ്രാദേശിക സഭയെ നയിക്കുന്ന ഇടയൻ വിവാഹിതനായേ തീരൂ. എന്നാൽ സഞ്ചാരികളായ ആളുകൾ, പണ്ട് കാലത്തെ ഏലിയാവിനെ പോലെ, എലീശയെ പോലെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ഉള്ള ആളുകൾ അവിവാഹിതരായിട്ടും ദൈവവേല ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാദേശിക സഭയെ പരിപാലിക്കുന്നയാള്, ആ ആളുകൾ വിവാഹിതരും നല്ല കുടുംബജീവിതം മാതൃകയായി നയിക്കുന്നവരും ആയിരിക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിന് വിപരീതമായിട്ട് മതങ്ങളെ അനുകരിച്ച്, മതങ്ങളിലെ സന്യാസികളെ അനുകരിച്ച്, മറ്റു മതങ്ങളിൽ നിന്നാണല്ലോ സകല അനാചാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, അതുപോലെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. യേശു ഇവിടെ ഭാര്യയുള്ള പത്രോസിനെ അപ്പോസ്തലനാക്കി. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ പനിയെ ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കി. പൂർണ്ണ ആരോഗ്യം കിട്ടിയ ആ സ്ത്രീ എഴുന്നേറ്റ് കർത്താവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചു. ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത് യേശു ജ്വരത്തെ ശ്വാസിച്ചു എന്നാണ്. സാത്താനായിരുന്നു രോഗത്തിലൂടെ ദൈവ ശുശ്രൂഷയ്ക്ക് തടസ്സം സൃഷ്ടിച്ചത്. യേശു സാത്താനെയാണ് ശാസിച്ചത്. സാത്താൻ വരുത്തുന്ന തടസ്സങ്ങളെ നീക്കി നമ്മളെ ദൈവത്തിനായി പ്രയോജനപ്പെടുത്താൻ യേശുവിന് കഴിയും എന്ന് യേശു ഇവിടെ തെളിയിച്ചിരിക്കുക. അതുകൊണ്ടാണ് വൈകുന്നേരത്ത് പല ഭൂതഗ്രസ്തരെയും ജനം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും യേശു അവരെ സൗഖ്യമാക്കിയത്. പ്രിയപ്പെട്ടവരെ, വിവാഹം അത് ദൈവം സ്ഥാപിച്ചതാണ്. ദൈവദാസന്മാർക്ക് വിവാഹം അത്യാവശ്യമാണ്. മാത്രവുമല്ല, നമ്മുടെ കുടുംബ അംഗങ്ങളുടെ കാര്യത്തിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ദൈവം ശ്രദ്ധാലുവാണ്. അവർ നിമിത്തം അവരുടെ കുടുംബാംഗങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിശാച് വരുത്തുന്ന സകല തടസ്സങ്ങളെയും മാറ്റി നമ്മളെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് കഴിയും എന്നുള്ള ഒരു പാഠം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.